അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന കോഴ്സിലെ യൂണിറ്റ് നമ്പർ 2 മാനേജ്മെന്റ് അപ്രോച്ചസ് എന്ന് പറയുന്ന ഭാഗമാണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും ഗവൺമെന്റുകളായാലും ദേ പ്ലാൻ ആൻഡ് മാനേജ് എഡ്യൂക്കേഷൻ സിസ്റ്റം. വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് മാനേജ് ചെയ്യാറുണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ. വളരെ ഇഫക്റ്റീവായിട്ട് ഇങ്ങനെ മാനേജ് ചെയ്യുന്നതിന് ഡിഫറെന്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് അപ്രോച്ചുകൾ സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ അങ്ങനെയുള്ള അപ്രോച്ചുകൾ സ്വീകരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എങ്കിൽ മാത്രമേ പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് ഉണ്ടാവുള്ളൂ, കൃത്യമായി റിസോഴ്സുകൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അത്തരത്തില് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് അപ്രോച്ചുകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ് ഈ മാനേജ്മെന്റ് അപ്രോച്ച് എന്നുള്ളത് എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ. So educational management approaches are the different methods used to plan, organize and improve educational system. അപ്പോൾ നമ്മൾ ഡിഫറെന്റ് അപ്രോച്ചുകൾ സ്വീകരിക്കുന്നുണ്ട്. ഈ അപ്രോച്ചുകൾ സ്വീകരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. then വളരെ കൃത്യമായി നമുക്ക് അതിനെ ഓർഗനൈസ് ചെയ്യണം. അതുവഴി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യണം. So these approaches helps colleges, schools and governments make decisions about how to use resources. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ മാനേജ്മെന്റ് അപ്രോച്ചുകൾ എടുക്കുന്നത്? നമുക്ക് ഡിസിഷൻസ് എടുക്കണം. പല സമയങ്ങളിലായിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കേണ്ടി വരും. ആസ് എ ടീച്ചർ, ആസ് എൻ അഡ്മിനിസ്ട്രേറ്റർ ഒക്കെ നമുക്ക് വ്യത്യസ്ത രീതിയിൽ ഡിസിഷൻസ് എടുക്കണം. എന്തിനു വേണ്ടിയിട്ടാ? ഹൗ ടു യൂസ് റിസോഴ്സസ്, റൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് മീറ്റ് ദ നീഡ്സ് ഓഫ് ദ സൊസൈറ്റി. ഇപ്പൊ നമ്മൾ ഒരു മാനേജ് ചെയ്യുമ്പോൾ നമുക്ക് റിസോഴ്സ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കൃത്യമായി റൺ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്വീകരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള അപ്രോച്ചുകളാണ് നമ്മൾ മാനേജ്മെന്റ് അപ്രോച്ചസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ കുറച്ചുകൂടി വിശദമായിട്ടൊരു ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ, the management approaches are techniques that used to direct and control an organization. ഒരു ഓർഗനൈസേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മാനേജ്മെന്റ് അപ്രോച്ചസ് എന്ന് പറയാനായിട്ട് പറ്റും. ദിസ് മേ ബി അഡോപ്റ്റഡ് ബൈ ഓർഗനൈസേഷൻസ് ഓർ ആൻ ഇൻഡിവിജ്വൽ മാനേജർ ആസ് എൻ എലമെന്റ് ഓഫ് ദെയർ സ്റ്റൈൽ. ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ ഡിഫറെന്റ് അപ്രോച്ചസ് ആർ ഫോളോഡ്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ചെയ്യാൻ അതല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി വ്യത്യസ്ത രീതിയിലുള്ള മാനേജ്മെന്റ് അപ്രോച്ചുകൾ നമ്മൾ സ്വീകരിക്കും. അപ്പൊ അത്തരത്തിൽ വ്യത്യസ്തമായ മാനേജ്മെന്റ് അപ്രോച്ചുകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. സോ ഒന്നാമത്തെ അപ്രോച്ച് നമുക്ക് പറയുകയാണെങ്കിൽ മാൻ പവർ അപ്രോച്ച് എന്ന് പറയാം. അപ്പൊ ഇതാണ് ഫസ്റ്റ് അപ്രോച്ച്, മാൻ പവർ. അപ്പൊ ഇവിടെ നമ്മൾ എന്തിനായിരിക്കും ഫോക്കസ് കൊടുക്കുന്നത്? മാൻ പവറിനായിരിക്കും. ആൻഡ് വാട്ട് ഈസ് ദ സെക്കൻഡ് അപ്രോച്ച്? സെക്കൻഡ് അപ്രോച്ച് എന്ന് പറയുന്നത് കോസ്റ്റ് ബെനിഫിറ്റ് അപ്രോച്ച് എന്ന് പറയും. അപ്പൊ ആദ്യത്തത് ഹ്യൂമൻ റിസോഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. രണ്ടാമത്തത് കോസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം നമുക്ക് തിരിച്ചു കിട്ടുക എന്നുള്ള രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾ കോസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയും. നൗ വാട്ട് ഈസ് ദ തേർഡ് അപ്രോച്ച്? മൂന്നാമത്തെ അപ്രോച്ച് സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച് എന്നാണ്. സോ ഇവിടെ ഒരു പക്ഷേ നമ്മളൊരു മാനേജ്മെന്റ് അപ്രോച്ച് സ്വീകരിക്കുന്നത് മാൻ പവറോ കോസ്റ്റിനോ വേണ്ടിയല്ല, മറിച്ചൊരു സോഷ്യൽ ഡിമാൻഡിന്റെ അടിസ്ഥാനത്തിൽ. മറ്റൊരു അപ്രോച്ചാണ് നമ്മൾ പറയുന്നത് സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ച്. ഇത് ഡിമാൻഡിനെ ബേസ് ചെയ്തുകൊണ്ടല്ല, മറിച്ച് ജസ്റ്റിസ്, നീതി എന്നുള്ള ഒരു പോളിസിയെ ബേസ് ചെയ്തുകൊണ്ടാണ്. മറ്റൊരു അപ്രോച്ചിന്റെ പേരാണ് ഇൻട്രാ എഡ്യൂക്കേഷണൽ എക്സ്ട്രാപൊലേഷൻ അപ്രോച്ച് എന്ന് പറയും. ആൻഡ് ഫൈനലി ഡെമോഗ്രാഫിക് പ്രൊജക്ഷൻ മോഡൽ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത തരം അപ്രോച്ചുകൾ നമുക്കുണ്ട്. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒന്നാമത്തത് മാൻ പവർ റിക്വയർമെന്റ് അപ്രോച്ച് എന്ന് പറയാം. അതല്ലെങ്കിൽ അതിന് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് അപ്രോച്ച് എന്ന് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതല്ലെങ്കിൽ ഒരു രാജ്യം അതിന്റെ എഡ്യൂക്കേഷണൽ പോളിസിയെ തീരുമാനിക്കുന്നത് ഈ അപ്രോച്ചിലാണെങ്കിൽ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻപുട്സ് ഫ്രം ഇക്കണോമിക് സോഴ്സസ്. നമുക്ക് എന്ത് കിട്ടും? കൃത്യമായ ഡേറ്റ കിട്ടും. ആ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഫ്യൂച്ചർ നീഡ്സ് എന്തൊക്കെയാണ്, ഹ്യൂമൻ മാൻ പവറിന്റെ ഫ്യൂച്ചർ നീഡ് എത്രയാണെന്ന് നമുക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ആ ഒരു നീഡ് ബേസ് ചെയ്തുകൊണ്ട് ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ സ്കിൽ ബേസ്ഡ് ആയിട്ട് ഇൻഡസ്ട്രിക്ക് വേണ്ടി റെഡിയാക്കുന്ന ഒരു അപ്രോച്ച് നമ്മൾ സ്വീകരിക്കുന്നതിനെയാണ് നമ്മൾ മാൻ പവർ അപ്രോച്ച് എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് ദിസ് അപ്രോച്ച് ഫോക്കസസ് ഓൺ പ്രിപ്പയറിംഗ് ദ വർക്ക് ഫോഴ്സ് റിക്വയർഡ് ബൈ എ കൺട്രീസ് ഇക്കോണമി. അപ്പൊ നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു രാജ്യത്തിന് ആവശ്യമുള്ള വർക്ക് ഫോഴ്സിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്
മറ്റൊന്നും നമ്മൾ നോക്കുന്നില്ല, നമ്മൾ ആ മാൻ പവറിനെ ഫോക്കസ് ചെയ്യുന്നു, ഇക്കോണമിക്ക് ആ മാൻ പവർ കൊടുക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് നമുക്കുള്ളത്. ഇറ്റ് കണക്ട്സ് എഡ്യൂക്കേഷൻ വിത്ത് ഇക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് ഫോക്കസ് ദ ടൈപ്സ് ഓഫ് ജോബ്സ് ദ ഫ്യൂച്ചർ വിൽ ഡിമാൻഡ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സോ നമ്മളൊരു ഡേറ്റ നമുക്ക് എന്ത് പറഞ്ഞിരുന്നു, 1 lakh നഴ്സസിന് ആവശ്യമുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടും. ബൈ 2030 2030 ആകുമ്പോഴേക്ക് രാജ്യത്ത് 1 lakh നഴ്സസിന് ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ പ്രൈവറ്റ് ആളുകളാണെങ്കിൽ പോലും ഇൻവെസ്റ്റ് ചെയ്ത് അവരെ ട്രെയിൻ ചെയ്യുന്ന ഒരു പ്രോസസ് ആരംഭിക്കും. അപ്പൊ അവിടെ നമ്മൾ നോക്കുന്നത് ഹ്യൂമൻ റിസോഴ്സിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാൻ പവർ അപ്രോച്ച് എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ എന്താ നോക്കുന്നത്, പ്ലാൻ എഡ്യൂക്കേഷൻ ടു സപ്ലൈ വർക്കേഴ്സ് വിത്ത് സ്പെസിഫിക് സ്കിൽസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേഴ്സിംഗ് ഒരു ഉദാഹരണം. emphasizes vocational skill based education to meet industry and societal demand. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിക്ക് വേണ്ട മാൻ പവറിനെ ട്രെയിൻ ചെയ്ത് തയ്യാറാക്കുന്ന രീതിയിലേക്ക് നമ്മൾ എഡ്യൂക്കേഷണൽ പോളിസി അല്ലെങ്കിൽ അപ്രോച്ച് സ്വീകരിക്കുന്നതിനെയാണ് നമ്മൾ മാൻ പവർ അപ്രോച്ച് എന്ന് പറയും. ഈ 2 തരം മാൻ പവർ അപ്രോച്ചുകളുണ്ട്. ഒന്നാമത്തത് ഓൺ ദ ബേസിസ് ഓഫ് ലെവൽ അറ്റ് വിച്ച് ഇസ് ഡൺ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ മാൻ പവറിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യിക്കുന്നത് ലെവലിലായിരിക്കും. ഒരുപക്ഷെ ഗ്രാജുവേറ്റ് ലെവലിൽ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ, അതിനെയാണ് നമ്മൾ ലെവൽ അറ്റ് വിച്ച് എന്ന് പറയുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് പീരീഡ് ഓഫ് വിച്ച് ഇറ്റ് ഇസ് ഡൺ എന്ന് വെച്ചാൽ ഒരു കാലഘട്ടത്തേക്ക് നമ്മൾ ഒരു പോളിസി എടുത്തുകൊണ്ട് നമ്മൾ അത്തരത്തിൽ ഒരു അപ്രോച്ച് സ്വീകരിക്കുന്നതിനെയാണ് പീരീഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് ഒരു അപ്രോച്ചിൽ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. സോ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ദിസ് അപ്രോച്ച്? ഒന്ന്, highlights the economic value of education, identify gaps in skilled manpower and provide direction to fill them. So നമ്മുടെ ഒരു രാജ്യത്ത് സ്കില്ലിന്റെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, ആളുകൾക്ക് ഒരു പക്ഷേ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇറങ്ങുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള സ്കില്ലില്ല. അങ്ങനെയാണെങ്കിൽ വർക്ക് ഫോഴ്സിന്റെ ഭാഗമാവണമെങ്കിൽ അവർക്ക് നമ്മൾ അഡീഷണൽ സ്കിൽ ട്രെയിനിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത്തരത്തില് നമ്മൾ മാൻ പവറിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തയ്യാറാക്കും. Does it require complex data and still shows mismatch in education? പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു പോളിസി നടപ്പിലാക്കണമെങ്കിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റ അനാലിസിസ് ഒന്നും ആവശ്യമില്ല, വളരെ സിമ്പിൾ ആണ്. 2030 ഇത്ര ആവശ്യമുണ്ട്, സോ ഗീവ് ദ ട്രെയിൻ. ഇങ്ങനെ ഹ്യൂമൻ മാൻ പവറിനെ ഫോക്കസ് ചെയ്യുന്ന അപ്രോച്ചിനെയാണ് നമ്മൾ മാൻ പവർ അപ്രോച്ച് എന്ന് പറയും. ഇതിനെ ഫോക്കസ് ചെയ്യുമ്പോൾ കുറെ ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഒന്നാമത്തെ ലിമിറ്റേഷൻ, ഓവർലുക്ക് സോഷ്യൽ ഗോൾസ് ഓഫ് എഡ്യൂക്കേഷൻ. ടെൻ ടു ഇഗ്നോർ ദി ഇമ്പാക്ട് ഓഫ് പ്രൈമറി. അപ്പൊ നമ്മളിവിടെ മാൻ പവറിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പ്രൈമറി എഡ്യൂക്കേഷൻ ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ഈ മാൻ പവർ അപ്രോച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. ഇനി നെക്സ്റ്റ്, ഹാർഡ് ടു പ്രെഡിക്ട് ഫ്യൂച്ചർ ജോബ് മാർക്കറ്റ്സ് അക്യുറേറ്റ്ലി. ഇനി ഒരുപക്ഷെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമ്മളൊരു ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഹ്യൂമൻ റിസോഴ്സിന് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിലും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ എന്നുള്ള ഒരു പ്രോബ്ലം ഉണ്ടാവാം. അപ്പൊ അത് ഈ അപ്രോച്ചിന്റെ ഒരു പ്രോബ്ലം ആണ്. മോർ ഫോക്കസ് ഓൺ അർബൻ ആൻഡ് സ്കിൽഡ് ജോബ്സ്, നെഗ്ലെക്ട്സ് റൂറൽ ആൻഡ് സെമി സ്കിൽഡ് ജോബ്സ്. അപ്പൊ ഇങ്ങനെ നമ്മളൊരു പോളിസി തീരുമാനിക്കുമ്പോൾ, മാൻ പവർ അപ്രോച്ചിലൂടെ പോളിസി തീരുമാനിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അർബൻ ആൻഡ് സ്കിൽഡ് ജോബ്സിനാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യും, സെമി സ്കിൽഡ് ഏരിയകളെ നമ്മൾ പൂർണ്ണമായും നെഗ്ലക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ് ഇതിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്.